നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഭാഗ്യവും ഒക്കെ കളിയാടാൻ പോസിറ്റീവ് എനർജി അത്യാവശ്യമാണ്. അത്തരത്തിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതിന് ചെറിയ ചെറിയ ഉപായങ്ങളൊക്കെ ഉണ്ട്. ലാൽ കിതാബ് പോലെയുള്ള പുസ്തകങ്ങളിൽ നിരവധിയായിട്ടുള്ള അത്തരം ഉപായങ്ങൾ പറയുന്നുണ്ട്. ശത്രുദോഷങ്ങളെയും മറ്റു ബാധാദോഷങ്ങളെയും എല്ലാ വിധത്തിലുള്ള നെഗറ്റീവ് എനർജികളെയും മാറ്റാൻ ചെറിയ ചെറിയ ഉപായങ്ങളിലൂടെ സാധിക്കുമെന്ന് ലാൽ കിതാബ് പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലൊരു വിഷയമാണ് ഗ്രാമ്പു. അതിന് വളരെ ഉത്തമമാണ്. ഗ്രാമ്പു കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയ്ക്കാനുള്ള ചെറിയ ചെറിയ ഏതാനും ഉപായങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഐശ്വര്യവും സമ്പത്തും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഭാരതീയ ശാസ്ത്രങ്ങൾ ചെറിയ ചെറിയ ഉപായങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചിലതൊക്കെ നമുക്ക് അന്ധവിശ്വാസമാണെന്ന് തോന്നിയേക്കാം. പക്ഷേ അതിനപ്പുറം ഭൂമിയിലെ പ്രാപഞ്ചികമായിട്ടുള്ള ഊർജം വഴി അതൊക്കെ ഫലവത്താണ് എന്ന് പല ശാസ്ത്രകാരന്മാരും പുരോഗമന ചിന്താഗതിക്കാർ പോലും പറഞ്ഞിട്ടുമുണ്ട്. അത്തരത്തിലൊരു കാര്യമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. വിശ്വാസികൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പിന്തുടരാറുണ്ട്. പരീക്ഷണങ്ങളാണ് ഇതെല്ലാം. ഭാഗ്യങ്ങൾ തടസ്സം വരുമ്പോൾ കച്ചിത്തുരുമ്പ് പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് വിശ്വാസികളുടെ ഒരു രീതി. ഇതൊന്നും തന്നെ ആർക്കും നഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. അത്തരത്തിൽ പല വിശ്വാസങ്ങളിലും ചെറിയ ചെറിയ ഉപായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിലൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രം പ്രതിപാദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാമ്പു കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാമെന്നുള്ളത്. ഇത് ലാൽ കിതാബ് എന്ന ഗ്രന്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. പൊതുവെ സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ തന്നെ വളരെ അനുകൂല ഊർജത്തെ നൽകുന്നു എന്നാണ് വിശ്വാസം. സുഗന്ധ ദ്രവ്യങ്ങളുമായി ബന്ധപ്പെട്ട കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് അടിക്കടി ഉയർച്ച ഉണ്ടാകാറുണ്ട് എന്നുള്ളത് ഒരു നഗ്ന സത്യം തന്നെയാണ്. സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുന്ന മറൈൻ ഡ്രൈവിലേക്ക് മാർക്കറ്റിലേക്ക് പോയി കഴിയുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു പോസിറ്റീവ് എനർജി അവിടെ നിറയുന്നത് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഗ്രാമ്പു അഥവാ കരയാമ്പു എന്നൊക്കെ നാം പറയുന്ന, ഹിന്ദിയിൽ അതിനെ ലോങ് എന്ന് വിളിക്കാറുണ്ട്. നിസ്സാരമായിട്ടുള്ള ഈ ചെറിയ കാര്യം കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും ഭാഗ്യവും ഒക്കെ നിറയ്ക്കാനാകും എന്നാണ് വിശ്വാസം. ഈ ഒരു കാര്യം അധികം ആർക്കും അറിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ വരാനും സാമ്പത്തികമായ ഉയർച്ചയുണ്ടാകാനും പലരും വളരെയധികം പണം മുടക്കി അവിശ്വസനീയമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. എന്നാൽ ഇത് വളരെ എളുപ്പത്തില് വളരെ ചെലവ് കുറഞ്ഞ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഏതൊരു വ്യക്തിക്കും ഇത് പരീക്ഷിച്ചു നോക്കാവുന്നതുമാണ്. ഐശ്വര്യം ഉണ്ടാകുന്നതിന് വീട് വൃത്തിയാക്കി വെക്കുന്നത് വളരെ പ്രയോജനകരമാണ്. നല്ല വെടുപ്പുള്ള അന്തരീക്ഷത്തിൽ ലക്ഷ്മി ദേവിയുടെ വാസം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട്, ചില വസ്തുക്കൾ ഉള്ളതായിട്ട് നമ്മുടെ ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലൊരു വസ്തുവാണ് ഗ്രാമ്പു. ഗ്രാമ്പു കൊണ്ട് നിരവധി കർമ്മങ്ങൾ പോസിറ്റീവ് എനർജി നിറയ്ക്കാനായിട്ടുണ്ട് എന്നാണ് ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നത്. ഗ്രാമ്പുവിന് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആവോളമുണ്ട്. ധനവരവിനായിട്ടും അതിന്റെ തടസ്സങ്ങൾ മാറുന്നതിനുമൊക്കെ ആയിട്ട് നമുക്ക് ഗ്രാമ്പു ഉപയോഗിക്കാം. ലക്ഷ്മി ദേവിയുടെ പ്രീതി സമ്പാദിക്കാൻ ഇത് എളുപ്പമാർഗമാണ് എന്ന് പറയുന്നു. ചില ആചാര്യന്മാർ ഒരു ഗ്രാമ്പു കടിച്ചു പിടിച്ചുകൊണ്ട് മന്ത്രങ്ങൾ ചൊല്ലുന്നത്, വായിൽ വെച്ചുകൊണ്ട് മന്ത്രങ്ങൾ ചൊല്ലുന്നത് വളരെ ഫലവത്താണ് എന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ നാമം ചെല്ലുന്നതിലൂടെ ആ വ്യക്തിക്ക് ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അതേപോലെ തന്നെ വീട്ടിൽ പണവും സ്വർണവും ഒക്കെ സൂക്ഷിക്കുന്നതിനോടൊപ്പം ഗ്രാമ്പുവും സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് ധനവർദ്ധനവിനും ഐശ്വര്യവർദ്ധനവിനും സാഹചര്യം ഒരുക്കും എന്നാണ് വിശ്വാസം. അനാവശ്യമായിട്ടുള്ള ചെലവുകൾ വർദ്ധിക്കുന്നതും പണം നഷ്ടപ്പെടുന്നതും ഒക്കെ ഇത്തരത്തിൽ ഗ്രാമ്പു സൂക്ഷിക്കുന്നതിലൂടെ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. കൂടാതെ കൂടുതൽ ധനം കൈവശം വന്നു ചേരുമെന്നും വിശ്വസിക്കുന്നു. വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ധനവരവിനും ധനം നിലനിർത്തുന്നതിനും അമിതമായിട്ടുള്ള ചെലവുകൾ ഇല്ലാതാക്കുന്നതിനും ഒക്കെ ഇത്തരത്തിൽ ഗ്രാമ്പു എന്ന വളരെ ചെലവ് കുറഞ്ഞ ഈ വസ്തു ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഇതുപോലുള്ള നിരവധി ഉപായങ്ങൾ ലാൽ കിതാബ് പോലുള്ള ഗ്രന്ഥങ്ങളിലുണ്ട്. വിശ്വസിക്കാവുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാതുള്ളവർ തള്ളിക്കളയുക. വിശ്വാസത്തിന്റെ ശക്തി അപാരമാണ്. പരീക്ഷിച്ചു നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.